ഹലോ, ആപ്പ് വെക്കാൻ വേണ്ടി ശിവകാശിയ സംസാരിക്കുന്നത്. നിന്നെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ നാട്ടുകാരന്റെ കോലവാ കത്തിക്കുന്നേ. നിന്നെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. എന്റെ കാര്യം വിട്ടേക്ക്. നിന്റെ അളിയനെ കിട്ടിയാ? എന്താ പറഞ്ഞു? പുറകുവശത്തെ താക്കോൽ പഴുതിലൂടെ ഒന്ന് നോക്ക്. ഓപ്പൺ ക്ലോസ്. വരുവാണോ ഞാൻ പുറത്തോട്ട്? എടുക്കടാ വാള്. നീ ജീവനോടെ പുറത്തു വന്ന് നിന്നെ പച്ചയ്ക്ക് കത്തിക്കും. ഞാനാണ് അകത്തേക്ക് വരേണ്ടത്. കതവ് തുറക്കാൻ പറ. കതവ് തുറക്കടാ. എവിടെയാ അവൻ? അളിയനോട് അത്രയ്ക്ക് സ്നേഹമുണ്ടോ? എന്നെ കളിയാക്കുവാണോ? എനിക്ക് അവനെ വേണം. ആ നായ ഞാനാ കൊന്നെന്ന് വിചാരിച്ച നാട്ടുകാർ എനിക്കെതിരായിട്ട് നിൽക്കുക. അവനെ മാത്രം മതി. അവന്റെ മുഖം നാട്ടുകാരെ കാണിച്ച് എങ്ങനെങ്കിലും ഞാൻ ഓട്ട് പിടിച്ചെടുക്കും. ജയിക്കും ഞാൻ. എവിടെയവൻ? അപ്പൊ ഈ സ്വത്ത് എഴുതിയ പത്രത്തിലൊന്ന് ഒപ്പിട്ടെ. സ്വത്തോ? തന്റെ മുഴുവൻ സ്വത്തും അനിയത്തിയുടെ പേരിലേക്ക് എഴുതിയിരിക്കുക. ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാ മതി. തന്റെ അളിയനെ വിട്ട് തന്നേക്കാം ഞാൻ. എന്താ? അനിയത്തിയുടെ പേര് സ്വത്തോ? ന്യായമായിട്ട് നോക്കി എന്റെ പേരിലാണ് എഴുതി വാങ്ങേണ്ടത്. പക്ഷെ നമുക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. തന്നെ വരട്ടിയാണ് ഞാൻ ഇത് എഴുതി മേടിച്ചെന്ന് താൻ നാട്ടുകാരോട് പറഞ്ഞ് അവർ വിശ്വസിക്കില്ലേ? അതുകൊണ്ടാ ഇന്ന് തന്റെ അനിയത്തിയുടെ പേരില്, നാളെ എന്റെ പേരില്. എങ്ങനെയുണ്ട് കളി? ചലോ, ഒപ്പിട്. ചലോ. കയ്യൊപ്പിടുന്നോ അതോ തന്റെ അളിയനെ പച്ചക്ക് കത്തിക്കണോ? ഞാനിടാ. ചേട്ടാ, ഇത് സ്വത്ത് സംബന്ധമായ വിഷയം. ഒന്ന് ആലോചിച്ച് ചെയ്യുന്ന നല്ലത്. വിവരമില്ലാത്തവനെ, ഇത് പാരമ്പര്യ സ്വത്താ. ഇത് ഞാൻ മാത്രം ഒപ്പിട്ടിട്ട് കാര്യമില്ല. എന്റെ അനിയനും ഇതിൽ ഒപ്പിടണം. എങ്കിലേ പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒപ്പിടാൻ പോകുന്നത്. ഇത് വെച്ചവൻ നാക്കു പഠിക്കട്ടെ. കൊടുക്കടാ അവനട്ടെ. ഞാൻ വരുന്നു. സ്വത്ത് ചെല്ലേ. അടി നിർത്തടാ. അവനെ അടിച്ച് കൊന്നുകളയല്ലേ. ഇവന്റെ മുഖം നാട്ടുകാരെ കാണിക്കേണ്ടതാ. അതിനു മുമ്പ് നിന്റെ തിരുമുഖം ഞാൻ കാണട്ടെ. ചേട്ടാ, ചേട്ടന്റെ അളിയനെ അഴിച്ചു വിട്ടിട്ട് എന്നെ ഇവന്മാര് കെട്ടിയിട്ടതാ. പുല്ലിന്റെ ചൊറിച്ചലും ജീവൻ പോകുന്നു ചേട്ടാ. ഇക്കഴിഞ്ഞ ഹരിപ്പാട് മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീമതി വൈശാലി അവർകൾ തന്റെ എതിർ സ്ഥാനാർത്ഥി ഉദയകുമാറിനേക്കാൾ 1,50,000 വോട്ടുകൾ വ്യത്യാസത്തിൽ വിജയിച്ചിരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥി ഉദയകുമാറിന് ആദ്യമായി കെട്ടിവെച്ച തുക നഷ്ടമായിരിക്കുന്നു. നീ 2 കൈയില്ലാത്തവന്റെ ഭാര്യയായി ജീവിക്കുന്നു, അതോ 2 കാലില്ലാത്തവന്റെ ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു? അതുമല്ല, 2 കൈയും കാലും ഇല്ലാത്ത ജീവച്ഛവത്തിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അവന്റെ അധോഗതി. എടുക്കണ വണ്ടി. ഈ ഉദയൻ ഇന്ന് തോറ്റ ദിവസമാ. ആ ശിവകാശി ഇന്ന് ചാകേണ്ട ദിവസമാ. പെട്രോൾ എടുത്ത് വണ്ടി വെക്കടാ. ഏയ് കിളവി, അവൻ എവിടെയാ? എന്റെ ദൈവമേ, എന്താ അവൻ വീട്ടില് വന്ന് 2 ദിവസമായി ആളെ കാണുന്നില്ല. എന്തിനാണോ ഇങ്ങനെ അന്വേഷിക്കുന്നത്? വേഗം പോടാ. അമ്മേ, അമ്മയുടെ മോള് ജയിച്ചു. ദാ ഇത് പിടിക്ക്. എന്നിട്ട് ഇതെല്ലാം ഇട്ട് എന്റെ പഴയ അമ്മയായിട്ട് തിരിച്ചു വാ. ചേച്ചി, ചേച്ചി എവിടെ? ചേച്ചി കുറച്ച് മാറി. ചേച്ചി എല്ലാരും മാറിയുന്നേ. ചേച്ചി, ചേച്ചി സ്വത്തെല്ലാം അനിയത്തിയുടെ പേരിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി വിഷമിക്കേണ്ട. ഇതാ കയ്യോടെ പിടിച്ച സ്വത്ത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അമ്മേ, ഉദയൻ ചേട്ടൻ പെങ്ങടെ പേരിലോട്ട് സ്വത്തെല്ലാം മാറ്റി എഴുതിയെന്ന്. അതെങ്ങനെയാ? മുരളി വന്ന് ഒപ്പിടാതെങ്ങനെയാ കാര്യം നടക്കും? മുരളി വന്നു, ഒപ്പിട്ട് തരുകയും ചെയ്തു. എന്താ മുരളി ഇവിടെ വന്നു? കേട്ടില്ലേ പടക്കം പൊട്ടുന്നത്? നമ്മളെ കാണാൻ വേണ്ടി മുരളി വന്നോണ്ടിരിക്കുവാണെന്ന്. അമ്മേ, എന്തെങ്ങനെ നിൽക്കുന്നേ? വൈശാലി, ദീപം തെളിയിച്ചിട്ട് വാ. ചേട്ടാ, നിങ്ങളുടെ അനിയൻ മുരളീധരൻ വന്നിട്ടുണ്ടെന്ന്. എന്താ? മുരളിയോ? അത് മാത്രമല്ല, മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അനിയത്തിന്റെ പേരിൽ സ്വത്താകുകയും ചെയ്തു. എടുക്കടാ വണ്ടി. മുരളി മോനെ. അമ്മാവാ,
അമ്മാവാ അമ്മാവാ അയ്യോ ഏതവനാടാ എന്റെ അനിയൻ? നീയാണോടാ അത്? ചേട്ടാ, അനിയന്റെ അടയാളം മനസ്സിലാവുന്നുണ്ടാ? ഇപ്പൊ മനസ്സിലായടാ നിന്റെ അടയാളം. ഇനി ആരും നിന്നെ തിരിച്ചറിയില്ല. ആപ്പ് വെക്കുന്നല്ലേ ആപ്പ് വെക്കുന്നുണ്ടടാ സൂപ്പ്. ഡേയ് എടുക്കടാ പെട്രോള്. അടിച്ചോടിക്കടാ. അവനെ അടിച്ച് പൊക്കിയെടുത്തോണ്ട് വേണ. അടിച്ചു കൊല്ലടാ അവളെ. മോനെ മുരളി, അവൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അവൻ നിന്റെ ചേട്ടനാണ്. അവൻ ആരുടെ കൈകൊണ്ട് ചാവാൻ പാടില്ല. പോയി രക്ഷിക്കാൻ പറഞ്ഞില്ലേ? പോ പോ മോനെ. അവന്റെ ദേഹത്ത് ഒരു തുള്ളി രക്തം വന്നാ പോലും അത് അവന്റെ രക്തമായിരിക്കില്ല, നിങ്ങളുടെ അച്ഛന്റെ രക്തമായിരിക്കും. പോയി രക്ഷിക്കുക. പറഞ്ഞത് കേക്ക്. പോ മുരളി, പോയി രക്ഷിക്ക മുരളി. അവൻ ആരാന്ന് പറയടാ. ഉദയന്റെ അനിയൻ മുരളിയാ ചേച്ചി. ആദ്യം അവന്റെ അനിയനെ തട്ടിച്ച് വേടാ.
നിക്കടാ. അവന്റെ കെട്ടിയോളെ തന്നെ കൊല്ലാൻ പോയവനാ അവൻ. നാളെ നിന്നെയും കൊല്ലും അവൻ. നിന്റെ അമ്മയെ അവൻ കൊല്ലും. കണ്ടോ? നിന്റെ നല്ലതിനാ പറയുന്നത്. അവനെ വെട്ടിയെറിഞ്ഞ് വീഴ്ത്ത്. എന്നെ രക്ഷിച്ചത് എൻ്റെ പദവിയൊന്നുമല്ല, എൻ്റെ സ്വത്തൊന്നും എൻ്റേതുമല്ല. അമ്മയുടെ വാക്കുകൾ ഒന്നും അനുസരിച്ചില്ല. ഞാൻ ചെയ്ത പാവത്തിന് നിന്റെ കൈകൊണ്ട് മരിക്കണം. വെട്ട്, കൊന്നേക്ക്. ഞാൻ നിങ്ങളെ വെട്ടിയാലും പാപം തീരില്ല, നിങ്ങൾ ചത്താലും പാപം തീരില്ല. നിങ്ങളുടെ പാപക്കറ മാറണമെങ്കിൽ അമ്മയുടെ കാല് വീണ് ക്ഷമ ചോദിക്കണം. അമ്മ, ഈ മഹാഭാവിയോട് ക്ഷമിക്കണം. ഉദയ മോനെ, നിന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി നീ എന്നെ അമ്മയെന്ന് വിളിച്ചുവോ? അപ്പോഴേ നിന്റെ പാവങ്ങളെല്ലാം നീങ്ങി. ചേട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം ചേട്ടൻ വേണം അമ്മയോട് പറഞ്ഞ് കാര്യങ്ങൾ സമ്മതിപ്പിക്കാൻ. കൊള്ളാവല്ല, ചേട്ടനോട് പറ. ഒന്നുമില്ല ചേട്ടാ, കൊച്ചിയിലായിരുന്ന സമയത്ത് ഒരു ഫിഗറിനെ സെറ്റപ്പ് ചെയ്തെടുത്തു. അതല്ല ചേട്ടാ, പെണ്ണ് സിൻസിയറായിട്ട് പ്രേമിക്കുന്നുണ്ട്. അത് പറയുന്നത് എന്താന്ന് വെച്ചാ എല്ലാരും കൂടെ വന്നെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ. അത് കള്ള പരിശേ, എല്ലാരും പ്രേമിച്ച് ഓടിപ്പോവും. നീ ഓടിപ്പോയി പ്രേമിച്ചല്ലേ? എല്ലാരും വേഗം പുറപ്പെടും. മോനത് വീട്ടിൽ കൊണ്ടുപോയി ചേട്ടന്റെ കൈ കൊടുത്ത് ചേട്ടത്തേമ്മയുടെ കഴുത്തിൽ കെട്ടാൻ പറ. അങ്ങനെ അവളെയും നിങ്ങളുടെ കൂടെ കൂട്ടിക്കോ. തന്നോളൂ. ഇന്നാ പിടിച്ചോ.